ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈ പ്രോട്ടീനും ഫൈബറും അടങ്ങിയ ഓട്സ് കൊണ്ടാണ് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഈ ഓട്സ് ഓംലെറ്റ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് വീഡിയോയിൽ കണ്ടു നോക്കാം. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റായ ഓട്സ് ഓംലെറ്റ് ഉണ്ടാക്കുന്നതിന് ഞാൻ 1/2 കപ്പ് ഓട്സ് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഈ ഓട്സിലേക്ക് നമുക്ക് 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഒന്ന് കുതിരാൻ വേണ്ടിയാണ്. ഒരു 5 മിനിറ്റ് നമുക്കിതിങ്ങനെ വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. നന്നായിട്ട് ഇത് കുതിർന്നു വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഓട്സ് ഓംലെറ്റിനായിട്ട് നമ്മൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ആ മുട്ടയിലേക്ക് ഒരു നുള്ളു ഉപ്പൊഴിച്ച് ഒന്നും കൂടെ അടിച്ചു വെക്കാം. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. നമുക്ക് ഇൻഗ്രീഡിയൻസും മറ്റുള്ളതൊക്കെ ചേർക്കേണ്ടതുകൊണ്ട് ഈ ബൗളിലേക്ക് നമുക്ക് ഈ ഓട്സ് മാറ്റി കൊടുക്കാം. മുട്ടയിൽ ചേർത്ത പോലെ ഇതിലേക്കും ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. കൂടുതലായി പോകരുത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഓരോന്ന് ചേർക്കുമ്പോഴും നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അടിച്ചു വച്ചിരിക്കുന്ന മുട്ടയും ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഒരു ചെറിയ ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലോ ഒലീവ് ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒലീവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിന് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഓട്സ് ഓംലെറ്റ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇച്ചിരി നെയ്യ് തടവി കൊടുക്കാം. പാൻ ചെറു തീയിൽ വേണം ഇട്ട് കൊടുക്കേണ്ടത്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. നമുക്ക് ഓംലെറ്റിൻ്റെ ഓട്സ് എല്ലാം ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഒന്ന് നിരത്തി കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് വെക്കണം. എന്നാലേ ഈ ഓംലെറ്റ് ഒരു വശം ശരിയായിട്ട് വരത്തുള്ളൂ. ഇടയ്ക്ക് നമുക്ക് അടപ്പ് മാറ്റിയിട്ട് തിരിച്ച് കൊടുക്കണം. നന്നായിട്ട് വേകണം. ഒരു വശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ മറിച്ചിട്ട് കൊടുത്തത് വേറൊരു പാനിലേക്കാണ്, അല്ലെങ്കിൽ മുറിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. നമുക്ക് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കാം. ഇതുപോലെ വേണം മൊരിഞ്ഞ് കിട്ടാൻ. 2 വശവും ഒരുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. വീണ്ടും നമുക്ക് ആദ്യം വെച്ചിരുന്ന പാനിലേക്ക് ഇത് കമത്താം. കണ്ടോ, നമ്മുടെ ഓട്സ് ഓംലെറ്റ് റെഡി ആയിരിക്കുകയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഓംലെറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നോക്കിയേ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ഓംലെറ്റ്. ഈ ഒരു പീസ് മതി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.